ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം പ്രോഡക്റ്റുകൾ കാണിക്കാനുണ്ട്. മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ എന്റെ സ്കിന്നിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. കുറെ സ്കിൻ ഡാമേജ് ആക്കാതെ ഹീൽ ചെയ്യാൻ വേണ്ടി എന്റെ സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് വന്നു. കുറച്ചധികം നാളായിട്ട് നല്ല രീതിയിൽ ആക്നെ വന്നിട്ട് പാടുകളും നല്ല ഇഷ്യൂസും. ഇപ്പോഴും പാടുകൾ വളരെ ചെറുതായിട്ടുള്ള പാടുകൾ മാത്രമേ എനിക്ക് തോന്നി ഈ ഒരു കുരു മാത്രമേ ഉള്ളൂ. ബാക്കി അതും പീരീഡ്സിന്റെ കുരുവാണ്. ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സ്കിൻ നല്ല രീതിയിൽ റിക്കവർ ആയിട്ട് ഹീലാക്കി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തു, അതുപോലെ റീസെന്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ച് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ അങ്ങനെ കുറച്ചധികം കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോ കിട്ടാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ വരുത്തിയ ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറയുമ്പം ഒരു സ്കിൻ കെയർ കണ്ടന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ബ്രാൻഡുകൾ അയച്ചു തരാറുണ്ട്, നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ എൻ്റെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. ഇപ്പം ഇൻ കേസ് എനിക്കിപ്പോൾ വേണ്ടെങ്കിൽ കൂടിയും എനിക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊരു അത്യാവശ്യം നോളജ് ഉള്ളത് കൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയേണ്ടത് എൻ്റെ ജോലിയായതുകൊണ്ട് ഇപ്പൊ എനിക്ക് വേണ്ട, എനിക്കൊരു റൊട്ടീൻ ഓക്കെയാണ് എന്ന് വിചാരിച്ചാലും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ഗതികേട് ഉണ്ട്. ഉപയോഗിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ പണി കിട്ടിയാൽ അത് സമയമെടുത്ത് റിക്കവർ ചെയ്തെടുക്കേണ്ട ഒരു കുഴപ്പമുണ്ട്. സോ നിങ്ങൾ എപ്പോഴും മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ വെക്കാൻ നോക്കാം. ഇനി ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉള്ളവരാണെങ്കിലും ഒരുപാട് ആക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ആക്റ്റീവ്സ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, നയസമൈഡൊക്കെ ആക്റ്റീവ് ആണെങ്കിലും അങ്ങനത്തെ ഹാർഷ് ആക്റ്റീവ് അല്ല. അതുപോലെ മെയിൻ ആയിട്ട് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, കോജിക് ആസിഡ്, അങ്ങനത്തെ ഉള്ള വലിയ വലിയ ടെറിഫൈങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ റൊട്ടീനിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തും മാറ്റി. മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് എൻ്റെ സ്കിന്നിന്റെ ബാരിയർ ഡാമേജ് ആയതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. റിപ്പയർ ചെയ്തെടുക്കാൻ മെയിൻ ആയിട്ട് സ്കിൻ സൂത്ത് ചെയ്യുന്ന, ഭയങ്കര സ്കിൻ കാമാക്കുന്ന ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് എൻ്റെ അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നാണ്. അതുപോലെ നല്ല രീതിയിൽ റെഡ്നെസ്, ഇപ്പം എന്ന് പറയുമ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞു, എൻ്റെ റെഡ്നെസ് ഇവിടെ നല്ല രീതിയിലുണ്ട്. അതുപോലെ റെഡ്നെസ്, ഇറിറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു സ്കിന്നാണ്. അപ്പം സ്കിൻ എപ്പോഴും സൂത്തിങ് ആയിട്ട്, കാമിങ് ആയിട്ട്, ഹൈഡ്രേഷൻ ഒക്കെ കൊടുത്ത് നല്ല സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാനുള്ള മെയിൻ പരിപാടി അതായിരുന്നു. കാരണം എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിരുന്നു, നല്ല രീതിയിൽ ഡാമേജ് ആയത്. അതിൻ്റെ ആക്നെ, ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ആക്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാലും മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇനി കാണിക്കാൻ പോകുന്നൊക്കെ അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറംസും കാര്യങ്ങളും. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഏത് മോയ്സ്ചറൈസറും വർക്ക് ചെയ്യും. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് സാധനം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സിറമാണ്. ഇത് ഈക്കോബെറിയുടെ സീക്ക നയാസിനമൈഡ് ഗ്ലോ എസൻസ് ആണ്. ഇത് സിറം ആണെന്ന് എനിക്ക് പറയാൻ പാടില്ല, ഇതൊരു എസൻസ് ആണ്. ഇത് 2ാമത്തെ ബോട്ടിലാണ്. ഒരു റെഡ്നെസ് കാമാക്കാനായിട്ട് ഞാൻ വേറെ ടോണർ എസൻസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഈ ഒരൊറ്റ സാധനമാണ് സ്കിൻ കാമാക്കാൻ, ഹീലാക്കാൻ, നല്ല രീതിയിൽ റെഡ്നെസ് കുറയ്ക്കാൻ, കുരു ഉണ്ടെങ്കിൽ കുരു നല്ല രീതിയിൽ കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാട് സംഭവത്തിന് ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ഉണ്ട്, കാരണം സീക്കയും നയാസിനമൈഡും ഉണ്ട്. നയാസിനമൈഡ് ബേസിക്കലി ഭയങ്കരമായിട്ട് സ്കിൻ ഹീലാക്കാനും സൂത്താക്കാനും ഒന്ന് കാമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ സ്കിൻ കാമിങ് ആക്കണമെങ്കിൽ എപ്പോഴും നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, സീക്ക, സെൻഡല്ല ഇങ്ങനത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്റ്റുകൾ നോക്കാം. ഇങ്ങനത്തെ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ കം സിറം എസൻസ് അങ്ങനത്തെ ഒരു സാധനമാണിത്. മസ്റ്റ് ബൈ. ആക്നെ പ്രോൺ ആയിട്ടുള്ള, നല്ല രീതിയിൽ സ്കിൻ ഇറിറ്റേറ്റ് ആയിരിക്കുന്നവർക്കും സൂപ്പർ. പിന്നീട് എന്ന് പറയുന്നത് ഇത്തിരി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ഒരു സാധനമാണെങ്കിൽ കൂടി നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, മാസങ്ങളോളം ലാസ്റ്റ് ചെയ്യും, ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. കൺസിസ്റ്റന്റ് യൂസേജിൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഇത്. മെഡസ്കാറിന്റെ സെൻഡല്ല ടോൺ ബ്രൈറ്റനിങ് ആംപ്യൂൾ ക്യാപ്സ്യൂൾ ആംബ്യൂൾ. ഈ ഒരു ബ്രൈറ്റിംഗ് ആംബ്യൂൾ സ്കിൻ 1004ന്റെ ഒരു സിറമാണ്. ഈ ഒരു സിറത്തിന് ഈ ഒരു ബോട്ടിലിന് വരുന്ന 2500 രൂപയാണ്. ചെറിയ ബോട്ടിൽസ് ഉണ്ട്. ഇതിന്റെ സെൻഡല്ലയുടെ പ്യുവർ ആംബ്യൂൾ സിറം ഉണ്ട്, പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം കുരു കുറയ്ക്കും, സ്കിൻ കാമാക്കും, ബ്രൈറ്റ് ആക്കും, ഇച്ചിരി ഒന്നും
ഡാർക്ക് സ്പോട്ട് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ആക്കും. സൂപ്പർ ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഓൾമോസ്റ്റ് തീർന്നു. ഈ ബോൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ബ്രൈറ്റനിങ് ഇതാണ്, ബോൾസ് ആണ്. ഈ ഒരു സാധനമൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നല്ല രീതിയിൽ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ഐറ്റം ആയിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് രാവിലെയും രാത്രിയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ ഒട്ടും തന്നെ ഇറിറ്റേറ്റ് ആക്കാത്ത, സ്കിൻ കാം ആക്കുന്ന ഒരേ ഒരു സിറം. ദിസ് ഇസ് റിയലി ഗുഡ്. സോ ഇത് ട്രൈ ചെയ്തൊക്കെ. മോയ്സ്ചറൈസറിന് മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് ഒരു ഡ്രോപ്പ് അവിടെ ഇവിടെ കിട്ടാൻ മതി. നല്ല ഹൈഡ്രേറ്റിംഗും ആണ്, സൂപ്പറാണ്. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇനി ഞാൻ ഇത്തിരി ഒന്ന് ഹീലായിട്ട് എനിക്ക് ഒരുപാട് പേര് രണ്ടാമത്തെ ബോട്ടിലും കംപ്ലീറ്റ് ആയ ഒരു സിറമാണ് ഇത്. ഡെർമാക്കോന്റെ പുതിയ സിറം കേട്ടോ, പുതിയ നയസൽമൈഡ് സിറം, പഴയ നയസൽമൈഡ് സിറം അല്ല. ഡെർമാക്കോന്റെ ഈ ഒരു പഴയ ഒരു പാക്കേജിങ് നിങ്ങൾക്ക് അറിയാം, ഇത് പുതിയ പാക്കേജിങ്. ഇത് ഡിഫറൻസ് ഉണ്ട്, ഈ പ്രോഡക്റ്റ് ഡിഫറൻസ് ഉണ്ട്. കാരണം പുതിയ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് അവർ അയച്ചു തന്നതായിട്ടും കുറെ ഉണ്ട്. അപ്പം ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഡീപ് പെനിട്രേഷൻ ഫോർമുലയാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് തോന്നി. പഴയ സിറമും ഞാൻ കുറെ നാൾ പഴയ നയസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സൂപ്പറാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്തു. വേറെ സിറംസ് എനിക്ക് തോന്നുന്നു, വേറെ ആക്റ്റീവ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നയാസിനമൈഡ് മാത്രം യൂസ് ചെയ്തപ്പോൾ സൂപ്പറാണ്. കുരു കുറയാനും നല്ല രീതിയിലൊന്ന് ഫേസ് ഭയങ്കര എന്താ പറയാ സ്കിന്നി ഹീൽ ആയതുപോലെ തോന്നിയിട്ടുള്ള ഒരു നയാസിനമൈഡ് സിറം. ഇതിന്റെ ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഈ ഒരു ബോട്ടിലാണ് ഞാൻ പറയുന്നത്, പഴയ ബോട്ടിലല്ല, ഈ ബോട്ടിൽ. ഇത് പെർട്ടിക്കുലർ ബോട്ടിൽ ഭയങ്കര സൂപ്പറാണ്. സോ നയാസിനമൈഡ് സിറം ട്രൈ ചെയ്യാന്നവർ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്ക്, ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. പിന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. പാച്ച് ടെസ്റ്റ് ചെയ്ത്, അത് പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയോ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 24 hours അല്ലെങ്കിൽ ഒരു 2 days എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, ബേൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക. സിറംസ് ഒക്കെ പതിയെ യൂസ് ചെയ്ത് തുടങ്ങുന്നവർക്ക് മാത്രം യൂസ് ചെയ്ത് തുടങ്ങാം. മോയ്സ്ചറൈസർ നല്ലോണം ഇടാൻ നോക്കുക. സൺസ്ക്രീൻ മസ്റ്റ് ആണ്. രാത്രി മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ രാവിലെ മാത്രം. പക്ഷെ എപ്പോഴാണെങ്കിലും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റാണ്. രാത്രി ആണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട. പക്ഷെ ഈ ഒരു സാധനം സൂപ്പർ അവര് പിന്നെയും എനിക്ക് അയച്ചു തന്നു. താങ്ക്ഫുള്ളി എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ആരെങ്കിലും അയച്ചു തരുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഓക്കെ, ഇത് ഭയങ്കര സൂപ്പറാണ്. പിന്നീട് ഞാൻ ആദ്യമായിട്ട് ഒരു പീലിംഗ് സൊല്യൂഷൻ ഞാൻ ഉപയോഗിച്ചു. ഞാൻ പീലിംഗ് സൊല്യൂഷൻ എന്റെ റൊട്ടീനെ അങ്ങ് മാറ്റി അങ്ങനെ വെച്ചിരുന്ന ഒരു സാധനമാണ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇത് അവർ അയച്ചു തന്നിട്ട് ഞാൻ യൂസ് ചെയ്തത്. കാരണം എന്റെ കയ്യിൽ വന്നപ്പോൾ എന്തായാലും ട്രൈ, കാരണം ഞാനായിട്ട് വാങ്ങിക്കില്ല, അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി ഉപയോഗിച്ച മാത്രം ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ് ഇത്. പ്ലിക്സിന്റെ പൊമഗ്രനേറ്റ് പീലിംഗ് പോഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സിറാണ്. എന്റെ സ്കിന്നൊന്നും പറ്റിയില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ഡാമേജ് ആക്കിയില്ല. സാധാരണ ഞാൻ ഒരുപാട് എൻ്റെ അമ്മയൊക്കെ പീലിംഗ് സൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, എനിക്കറിയാം. പീലിംഗ് സൊല്യൂഷന് ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇതിനാ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു സാറിന് എൻ്റെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. എൻ്റെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു എന്താ പറയാ അങ്ങനത്തെ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ 2 weeks കൂടുമ്പോഴേ ഉപയോഗിക്കാവൂ, ഒരു തവണ രാത്രി ഉപയോഗിക്കാവൂ. അതൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു പീലിംഗ് സൊല്യൂഷനെ പറ്റിയാണ്. ഇത് പൊമഗ്രനേറ്റ് പീലിംഗ് പോർഷൻ ആണ്. 25% AHA, 2% BHA, 5% PHA, exfoliating glow facial for all skin types. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ലാക്ടിക് ആസിഡ്, അലോവേറ, ലീവ് ജ്യൂസ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. ഗ്ലിസറിൻ, സാലിസിലിക് ആസിഡ്, ഡീപാന്തനോൾ. ഇൻഗ്രീഡിയൻസ് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്ലൈ ഈവൻ ലെയർ ഓൺ യുവർ സ്കിൻ. ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക, രാത്രി അപ്ലൈ ചെയ്യുക. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അതുകൊണ്ട് പറയുന്നത്. ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു പാച്ച് ടെസ്റ്റ് എന്താണെങ്കിലും ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. രാത്രി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലോ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ കുറച്ച് എമൗണ്ട് മാത്രം, ഒരു ലെയർ ഇങ്ങനെ തോന്നാൻ വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുക. 10 മിനിറ്റ് വെക്കുക, കഴുകിക്കളയുക. അത്യാവശ്യം ഒന്നൊരു ചെറിയൊരു ഫേസിലൊക്കെ ചെയ്ത് ഒരു ഗ്ലോവും, ചെറുതായിട്ട് ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കി, ഒരു ടാനിങ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു അവസ്ഥ അതുപോലെ തോന്നുള്ളൂ.
മനസ്സിലായി? അത്യാവശ്യം നല്ലൊരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ എവിടെയെങ്കിലും പോകണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു വീട്ടിലത്തെ ഹോം മെയ്ഡ് ഫേഷ്യൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണിത്. പക്ഷെ കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പീലിംഗ് സൊല്യൂഷൻ ആണ്. പക്ഷെ സാധനം എന്റെ സ്കിൻ ഇറിറ്റേറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ കൊള്ളാം. കാരണം സൂപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ. ഇറിറ്റേറ്റ് ആക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുപോലെ ഇൻഗ്രീഡിയൻസിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. എന്നാലും ഒരു പ്രിക്വേഷന് വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ മസ്റ്റായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക. ഇപ്പൊ രാത്രിയാണെന്നുണ്ടായിട്ട് എന്താണെങ്കിലും മോയ്സ്ചറൈസർ ഇടുക. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും പുറത്തു പോകണമെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇല്ലെങ്കിലും ഒന്നിനും സൺസ്ക്രീൻ ഇട്ട് വെക്കുക നല്ലതാണ്. ബട്ട് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ കൊള്ളാം. ഒരു ഭയങ്കര യങ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 18 വയസ്സിന് താഴെയുള്ളവർ ഡെഫിനറ്റ്ലി ഡോണ്ട് യൂസ് എ പീലിംഗ് സൊല്യൂഷൻ. 2 വീക്സ് കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെ ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പം ദിസ് വാസ് റിയലി ഗുഡ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സർപ്രൈസ്ഡ് ആണ്. ഇത് കൊള്ളാമോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളോട് എനിക്ക് പറയണമെന്ന് പറയുമ്പോൾ, ഈ ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നതാണ്. എന്നിട്ട് കൊളാബറേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ബട്ട് ഇത് ഉപയോഗിച്ച് എങ്ങനെയുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടേ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ്. കാരണം ബ്രാൻഡ് ഈസ് കൈൻഡ് കോംപ്ലിക്കേറ്റഡ് ബ്രാൻഡ് മാമർത്താണ്. സോ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഫേസ് വാഷ് ആണ്. അവര് അയച്ചിട്ടുള്ളത് ഫേസ് വാഷും ക്ലെൻസറും ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, കാമിങ് മോയ്സ്ചറൈസർ, ഇത്രയും എനിക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ 1 വീക്ക് യൂസ് ചെയ്തു. ഇൻഗ്രീഡിയൻസും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ടും എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊളാബറേറ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു. അവർ പറഞ്ഞു ഓക്കെ വേണം ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ സർപ്രൈസിംഗ്ലി ഞാൻ മാമാർത്തിന്റെ കുറെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്, നല്ല പണി കിട്ടിയിട്ടുണ്ട്. സോ സ്കെപ്റ്റിക്കലായിട്ട് ട്രൈ ചെയ്താണ്. പക്ഷെ ഈ ഫേസ് വാഷ് ഇത് എന്തോ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആണ്. സെറമൈഡ് കളർ. ഈ ഒരു സാധനം കൊള്ളാം എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു അത്ര എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഇത് ഉപയോഗിച്ചത്. കാരണം മാമാർത്താണ്. അങ്ങനത്തെ ഒരുപാട് എനിക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മിക്ക എല്ലാവർക്കും ചെറിയ ചെറിയ പണി കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. കാരണം ഇത് ഒരു ചിയ ഫേസ് വാഷ് ആണ്. ആദ്യം ഇൻഗ്രീഡിയൻസിലൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടെന്ന് പറയുന്നത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിരുന്നു. ഫ്രേഗ്രൻസ് ഒന്നുമില്ല. അതുപോലെ എൻ്റെ എന്താ പറയുക ആക്നെ പ്രോൺ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്തില്ല. അതാണ് മെയിൻ സാധനം. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ്റെ. പക്ഷെ കഴിയുമ്പോൾ സാധാരണ ഭയങ്കര ഒരു ഡ്രൈ ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഡ്രൈ ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് വാഷ് ആവുകയും ചെയ്തു. സംഭവം കൊള്ളാം, നല്ല ക്ലീൻ ആവുകയും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാനൊരു 1 വീക്ക് വേറെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതും പിന്നെ ഈ ഒരു ക്ലെൻസർ, ഈ ക്ലെൻസറിനെ കുറിച്ച് ഞാൻ പറയാം. കാരണം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ പറയാം. ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര ക്ലീൻ ആയതുപോലെ നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും. പക്ഷെ ക്ലീൻ ആവുന്നുണ്ട്. അതായത് അതാണ് നമുക്ക് വേണ്ട. അങ്ങനെ ക്ലീൻ ആയി എന്ന് തോന്നുന്ന ഫേസ് വാഷ് ഒക്കെ ഭയങ്കര ഡാമേജിങ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് കുരു വരും, ഇറിറ്റേറ്റ് ആവും. ഇൻഗ്രീഡിയൻസിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇത് ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കുന്നവർ ട്രൈ ചെയ്തു നോക്കിയോ. കാരണം ഓക്കെ ആണ്, കൊള്ളാം. അതുപോലെ ഈ ഒരു ക്ലെൻസർ, ഈ ക്ലെൻസറും ഇതൊരു കാമിങ് ക്ലെൻസർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമാക്കോന്റെ നയാസിനമൈഡ് ജെന്റിൽ ക്ലെൻസർ ഉണ്ട്. ക്രീമി ടെക്സ്ചർ ഉള്ള ക്ലെൻസർ. ഞാൻ മോർണിംഗിൽ അങ്ങനത്തെ ക്രീമി ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. സെയിം എക്സാക്ട് ടെക്സ്ചർ ആണ്. ഇൻഗ്രീഡിയൻസും വളരെ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. ചിയ കാമിങ് സെറമൈഡ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്രീമി സാധനം. ഞാൻ ഇത് കണ്ടോ, ഈ ഒരു ക്രീമി കണ്ടോ, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവിലെ ഉപയോഗിച്ചിട്ട് ഫേസ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരുന്നു. ഇങ്ങനത്തെ ക്രീമി ക്ലെൻസർ ആണ് ഞാൻ രാവിലെ ഉപയോഗിക്കാറ്. കാരണം രാവിലെ ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പോഴേക്കും സ്കിൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് മുൻകൂട്ടി നിങ്ങളോടൊന്ന് പറയണം തോന്നി. കാരണം എന്താ പറയാ, ഇൻ കേസ് ഞാനിത് ഒരു 2-3 ഡേയ്സ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം 1 വീക്കായിട്ട് ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്നിട്ടും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രോഡക്റ്റ് കൊള്ളാം. സോ ഞാൻ ഇതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോട് മുൻകൂട്ടി പറയണം തോന്നി. എനിക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാനൊരു സാധനം ഉണ്ടല്ലോ. കാരണം ഒരു കോൺട്രവേഴ്ഷ്യൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേക്ക് ആവരുത് എന്നറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇത് മുൻകൂട്ടി പറയണം തോന്നിയത്. സോ
അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മോയ്സ്ചറൈസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിനകത്ത് കൊമഡോജനിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഒരെണ്ണം ഉണ്ട്, പക്ഷെ ലിസ്റ്റിന് താഴെയാണ്. അതുകൊണ്ട് വലിയ സീൻ വരുന്നില്ല. എന്നാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഓയിൽ ഫ്രീ. നിങ്ങൾക്ക് ഭയങ്കര ആക്നെ പ്രോൺ, ഭയങ്കര സിവിയർ ആക്നെ പ്രോൺ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് ഉപയോഗിക്കാൻ പറയില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയിട്ട് തോന്നി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര സൂപ്പർ, എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഇൻഗ്രീഡിയൻസും ആണ്. വലിയ സീൻ ഉള്ളതായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കൊമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, 1-2, പക്ഷെ അതും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഏറ്റവും താഴത്തൊക്കെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാച്ച് ടെസ്റ്റ് ചെയ്യുക, സ്കിന്ന് പ്രശ്നമുണ്ടോ നോക്കുക, ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആണ്. വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഉപയോഗിക്കും, ഇപ്പൊ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. എന്നാലും സിവിയർ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഓൾസോ ഒരു കാമിങ് മോയ്സ്ചറൈസറും കൂടെ ഉണ്ട്. ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, കാമിങ് തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിലും കൊമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷെ 2 കൂടുതലില്ല, എന്നാലും 2 ഉണ്ട്. ഓക്കെ, അതും താഴെയാണ്, പക്ഷെ കുഴപ്പമില്ല. സ്കിൻ കാമാക്കാൻ വേണ്ടിയിട്ട് നോൺ കൊമഡോജനിക് ആണെന്ന് എവിടെയും അവർ പറയുന്നില്ല. സെൻസിറ്റീവ് സ്കിന്ന് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. സെൻസിറ്റീവ് സ്കിന്നും ഡ്രൈ സ്കിന്നും ഓക്കെയാണ്, അതും ഓക്കെയാണ്. അതും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്തപ്പോഴും ഫേസിൽ കാമിങ് ആണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. സൂപ്പർ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ, അതായത് ഭയങ്കരമായിട്ട് ആക്നെ ട്രിഗർ ചെയ്യുന്ന അങ്ങനത്തെ സ്കിന്നുള്ളവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തുവാണെങ്കിലും ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. ഇത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അത്യാവശ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്. എനിക്ക് ഇത് ന്യൂ ലോഞ്ച് ആണെന്ന് പറഞ്ഞ് അയച്ചു തന്നതാണ്, പക്ഷെ കൊള്ളാം. ഈ ഫേസ് വാഷും ഈ ക്ലെൻസറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ആദ്യം പറയേണ്ടത്. കാരണം ഇതിന്റെ വീഡിയോ ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ഉപയോഗിച്ചതും ഈ പ്രോഡക്റ്റുകളാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല സാധനം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറയാനാണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്റെ ഒരു ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആണ്. സാധനം കൊള്ളാം. കൂടുതലും ഞാൻ ഇത് നൈറ്റിൽ യൂസ് ചെയ്യാറും ഇത് രാവിലെയുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫാർ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പുതിയ ബ്രേക്കൗട്ട്സ് ഒന്നും ഇല്ല. ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നില്ല, സ്കിൻ ഇറിറ്റേറ്റ് ആക്കിയില്ല. കൊള്ളാം. ഇൻഗ്രീഡിയൻസും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് മുൻകൂട്ടി പറയണം തോന്നി. ഇതെന്ന് പറയുമ്പോൾ ഫേസ് വാഷ്, നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ സ്കിന്ന് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആയി, അല്ലെങ്കിൽ നല്ല രീതി ഡാമേജ് ആയിരിക്കുകയാണ്, നല്ല രീതി കുരു വരുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ റൂട്ടീനിലെ സിറംസ് എല്ലാം മാറ്റിയിട്ട് എപ്പോഴും കാമിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള എന്താ പറയാ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതുപോലെ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുക. ഫേസ് വാഷ് ഇതുപോലത്തെ ഒരു ജെന്റിൽ ക്ലെൻസർ മാത്രം രാവിലെ യൂസ് ചെയ്യുക. ജെന്റിൽ ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രീം പോലെ ഇരിക്കും, അങ്ങനത്തെ ക്ലെൻസർ മാത്രം രാത്രി യൂസ് ചെയ്യുക. രാത്രിയാണെങ്കിലും വലിയ ഇതുള്ള എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ജെന്റിൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാം. സ്കിന്ന് ഹീലാക്കാൻ നോക്കുക. എന്നിട്ട് കുറെ നാൾക്ക് ശേഷം പതിയെ എന്താ പറയുക ഹൈഡ്രേറ്റിംഗ് സിറംസ് കൊണ്ടുവരിക. പിന്നെ ഒരു കാരണം ഞാൻ പറയാൻ മറന്നുപോയി, ഡോട്ട്&കീയുടെ ബാരിയർ ബൂസ്റ്റ് സിറം, സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുന്ന ഇതുപോലെ ഒരു അടിപൊളി സിറം. 3 ബോട്ടിൽ തീർന്നു. വേറെ ബോട്ടിൽ അവർ അയച്ചു തന്നത് ഇരിപ്പുണ്ട്, പിയർ പാക്കേജ് കിട്ടിയത് ഇരിപ്പുണ്ട്. സോ സൂപ്പർ സാധനം. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വർത്ത് യുവർ മണി. ഓക്കെ, അത് പറയണമെന്നുണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ജെന്റിലായിട്ട് വെക്കുക. റുട്ടീൻ ഭയങ്കര സിമ്പിളായിട്ട് വെക്കുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വേണമെന്ന് നോക്കുക. പിന്നെ ട്രസ്റ്റ് ദ പ്രോസസ്. സമയമെടുത്ത് സമാധാനമായി പതുക്കെ കൊണ്ട് മാത്രം ചെയ്യുക. ഇപ്പൊ എന്റെ സ്കിന്നിൽ ഞാൻ ഹീൽ ചെയ്തെടുത്തു എന്ന് പറയുമ്പോഴും ടൈം എടുത്തു ഗൈസ്, വെറുതെ അല്ല. എനിക്ക് തോന്നുന്നു മാസങ്ങളെടുത്തു. പക്ഷെ ഹീൽ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല രീതി. എൻ്റെ ഡയറ്റ് പ്ലാനൊക്കെ അത്യാവശ്യം നല്ല ക്രാപ്പായിരുന്നു. കാരണം ഞാൻ വെയിറ്റ് വെച്ചു, എൻ്റെ PCOD കൂടി. സോ എനിക്കറിയാം എൻ്റെ ഡയറ്റ് പ്ലാൻ അത്ര സൂപ്പർ ഒന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല കോളമായിട്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇത്തിരി വെയിറ്റ് വെച്ചു. സോ എന്നിട്ടും സ്കിന്ന് ഹീലായി വന്നു. സോ അതൊന്ന് ഇനി പഴയതുപോലെ എന്താ പറയുക ഡയറ്റും എല്ലാം തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം കൂടെ ആലോചിക്കുക, ഡയറ്റും ഫുഡ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡയറ്റ് ചെയ്ത് അങ്ങ് ഇത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്താ പറയാ, ഷുഗർ ഇച്ചിരി കുറയ്ക്കുക, ഭയങ്കര പുറത്തുനിന്നുള്ള ജങ്ക് അധികം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വലിയ ഡയറ്റിന്റെ കാര്യങ്ങളൊന്നും വേണ്ട. എന്നാലും
അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മതി. വലിയ ഇതൊന്നുമില്ല, വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ മൂക്ക് കുത്തിയായിരുന്നു. അത് ഞാൻ 2-3 കമന്റ്സ് കണ്ട് മൂക്ക് കുത്തി എന്ത് ചെയ്യുന്നത്. മൂക്ക് കുത്തിയായിരുന്നു. ഒരു 2 days കഴിഞ്ഞപ്പോൾ സാധനം വല്ലാണ്ട് അങ്ങ് പഴുത്ത് എന്തെങ്കിലും മൂക്കിന്റെ ഭാഗം പോലും കാണുന്നില്ലായിരുന്നു. ഇത്ര ഇങ്ങനെ പൊങ്ങിയിരിക്കുമായിരുന്നു. അവസാനം കരഞ്ഞ് 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 മണിക്കൂറുകളുടെ പരിശ്രമത്തിനുള്ളിൽ ഞാൻ അത് ഊരി മാറ്റി. അത് ഗൺ ഷോട്ട് ആയതുകൊണ്ട് തന്നെ, മറ്റേ കുത്തിയിട്ട സാധനമല്ല, ഇപ്പൊ കണ്ണടിച്ചതായതുകൊണ്ട് തന്നെ ഊരിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എന്റെ മൂക്കിനകത്തോട്ട് ഇറങ്ങിപ്പോയി. അതായത് എന്റെ മൂക്കേ കാണുന്നില്ലായിരുന്നു. ഇത്രയും ഭാഗം നീരടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം മൂക്കത്ത് തന്നെ ഇറങ്ങിപ്പോയപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. പണ്ട് ഞാൻ ഇവിടെ എല്ലാം പിയേഴ്സ് ചെയ്തപ്പോ അങ്ങനെ ഇറങ്ങിപ്പോ അത്യാവശ്യം സീനായിരുന്നു. സോ ആ പേടിച്ചിട്ട് കരഞ്ഞ് 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 അത് ഊരിക്കളഞ്ഞെങ്കിലും എനിക്ക് ആ മൂക്കുത്തി ഇഷ്ടപ്പെട്ടു. സോ ഹീലായിക്കൊണ്ടിരിക്കുക. ഹീലായിട്ട് നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഒന്നുകൂടെ ഞാൻ കുത്തും. ബട്ട് ഗൺ ഷോട്ട് എന്തായാലും ചെയ്യുന്നില്ല. മറ്റേത് കുത്തിയിടും. ഞാനൊരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ കുത്തിയിടും. നോക്കാം എങ്ങനെ വരും നോക്കാം. സോ മൂക്കൂത്താനൊക്കെ പ്ലാൻ ഉള്ളവർ ദൈവത്തെ ഓർത്ത് ഗൺ ഷോട്ട് ചെയ്യരുത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും കാര്യത്തിൽ, എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കൊള്ളാമോ എന്ന് അറിയാനോ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്തുവാണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അല്ലാത്തതിനൊക്കെ വീഡിയോസ് മിക്കത് ഫുൾ വീഡിയോസിൽ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും മിക്കതിന്റെ ഫുൾ വീഡിയോസിൽ കാണും. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.